പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വാകത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡാണ്. നമ്മുടെ തോട്ടയ്ക്കാടിൻ്റെ അതിർത്തിയായിട്ടൊക്കെ വരും. ഇവിടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ നിസ ഒമാൻ കനിവ് പദ്ധതി പ്രകാരം ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് തോട്ടയ്ക്കാട് പാറപ്പ ഷാപ്പുവടിയാണ്. ഇവിടുന്ന് വലത്തോട്ടുള്ള രാജമറ്റംപള്ളിയുടെ അങ്ങോട്ടുള്ള റോഡിൽ സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് കയറുമ്പോഴാണ് മാളിയേക്കൽ സുരേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ജു സുരേഷ്, ഇവർക്കാണ് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മയ്ക്കായി 53 വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിസ ഒമാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു കൊച്ചു വീട് തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പണി മുഴുവൻ പൂർത്തിയായി. ഇന്നു മുതൽ ഇവിടെ താമസം ആരംഭിക്കുകയാണ്. 2 ബെഡ്റൂം, കിച്ചണ്, ഇതിൻ്റെ പണി മുഴുവൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിസ ഒമാൻ്റെ പ്രവർത്തകരും ഇവിടെയുണ്ട്. നമുക്ക് അവരോട് ഒന്ന് സംസാരിക്കാം. നമസ്കാരം. നമ്മുടെ പേരെന്നാണ്? എൻ്റെ പേര് ബി വടക്കാട്. എവിടെ? ഒമാനിലെവിടെ? ഒമാനിലെ നിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടല്ലേ? നമ്മുടെ പേര്? ഞാൻ ദിനേഷ് കുത്തുപറമ്പ്. ഒമാനിൽ തന്നെ? ഒമാൻ നിസ്വ. നമ്മളെല്ലാം കോഓർഡിനേറ്റേഴ്സ് ആണ്. എൻ്റെ പേര് ജനു സാമുവൽ. ഞാൻ ഒമാനിലായിരുന്നു. ഞാനിപ്പം നാട്ടിലുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാട്ടിലേക്ക് എത്തിയതാണ്. ഞാൻ മാവേലിക്കരയാണ് എൻ്റെ സ്വദേശം. പിന്നെ ഞങ്ങളെ കൂടാതെ കൊട്ടാരക്കര സ്വദേശിയായ ജമാലുദ്ദീൻ, പിന്നെ കണ്ണൂർ സ്വദേശിയായ ഷാജി, വയനാട് സ്വദേശിയായ ഷൗക്കത്ത് അലി, ഞങ്ങളിങ്ങനെ 7 പേര് ചേർന്നാണ് ഇതിൻ്റെ. എല്ലാവരുടെയും പേരൊന്നും അറിയാം. എബി വടക്കേടം, ജമീലുദ്ദീൻ കൊട്ടാരക്കര, മുഹമ്മദ് അർസാഖ് എടപ്പാൾ, ദിനേശ് കൂത്തുപറമ്പ്, ജനു സാമുവൽ, ഷാജി PK ചണ്ടയാട്, ഷൗക്കത്ത് വയനാട്, ഞങ്ങൾ 7 പേര് ചേർന്നാണ് ഈ വീടിന്റെ പണിയെല്ലാം കൂടാതെ നമ്മുടെ സുഹൃത്തുക്കൾ ഹിതകാംക്ഷികളുടെയൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ലഭിച്ചു. ഞങ്ങളാണ് ഇതിന് മുൻകൈ എടുത്ത് ഉദ്ദേശിച്ച സമയത്തിന് മുമ്പായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയോ? ഇലക്ഷന് മുമ്പ് മുന്നേ ഒരു ഐക്കോണാക്കി വെക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. അത് ദൈവത്തിന്റെ സഹായത്താൽ എല്ലാം പൂർത്തിയായി. പിന്നെ ഒമാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ പേരുണ്ട്. ഇതിന് സഹായം തന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരുടെ സഹായത്തിന് പ്രത്യേകം നന്ദിയും പറയുന്നു.
നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും നിസ്വ ഉമാൻ കലിവ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച മനോഹര ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങാണ് ഇവിടെ ആരംഭം കുറിക്കുന്നത്. ബഹുമാനായിട്ടുള്ള MLA തീ തെളിയിച്ച് ഈ ഭവനത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ച് ഔപചാരികമായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുകയാണ്. യോഗ നടപടികൾ ഉടൻ ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി രവീന്ദ്രൻ PC സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എങ്ങും നിറയുന്ന ചൈതന്യമേ, എങ്ങും പ്രകാശിക്കും കാരുണ്യമേ, എങ്ങും നിറയുന്ന ചൈതന്യമേ, എങ്ങും പ്രകാശിക്കും കാരുണ്യമേ, പൂവിനും പുഴുവിനും പുണ്യം ചൊരിയുന്ന സ്നേഹപ്രവാഹമേ കൈതൊഴുന്നേ, എങ്ങും നിറയുന്ന ചൈതന്യമേ. ബഹുമാനായ ചാണ്ടിയുമ്മൻ MLA, വിശിഷ്ടാതികളെ, കോൺഗ്രസ് പ്രവർത്തകർ, ബഹുമാന്യരും പ്രിയപ്പെട്ടവരായ തോട്ടക്കാട് നിവാസികളുടെ ഈ സൂചനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. മനുഷ്യനായി ജനിച്ച് ഈ സമൂഹത്തിൽ അംഗമായിരിക്കുന്ന ഏവരുടെയും പ്രാഥമിക ലക്ഷ്യം സ്വപ്നവുമാണ് ദൈനംദിന അധ്വാനത്തിന് ശേഷം തലയായിക്കുവാനും വിശ്രമിക്കുവാനും ഒരു ഭവനം ലഭിക്കുക എന്നത്. വീടുപണി പൂർത്തിയാക്കുന്നതിന് സഹായമായി നിന്ന എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ കുടുംബത്തിന് നിസ്വ കനിവ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ എല്ലാ ഐശ്വര്യവും നേരുന്നു. ഈ ഭവനദാനത്തിന് അടിസ്ഥാനമായത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും അഗതികൾക്കും അശരണർക്കും കാരുണ്യത്തിന്റെ തിരുനാളം തെളിയിച്ച് ദർശനങ്ങളാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ദർശനങ്ങളാണ്. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ പൊതുജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഭവനം, ജോലി, രോഗസൗഖ്യം എന്നിവ പ്രദാനം ചെയ്യുവാൻ മനസ്സ് തുറന്ന് സഹായഹസ്തം നീട്ടിയിരുന്ന കാരുണ്യത്തിന്റെ പര്യായമായിരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിൽ ഓമനപുത്രനായി ജനിച്ച് പിന്നീട് പുതുപ്പള്ളി അസംബ്ലി നിയോജകമണ്ഡലത്തിൽ MLA ആയി നീണ്ട 53 വർഷങ്ങൾ പുതുപ്പള്ളിയും സമീപ പ്രദേശങ്ങളെ സേവിച്ച് ആ വ്യക്തിത്വത്തിന്റെ പ്രവർത്തന മേഖലയായിരുന്ന ഈ തോട്ടക്കാട് പ്രദേശത്ത് തന്നെ ഈ ഭവനം നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞതിൽ ഞാൻ ഉൾപ്പെടെ അനേകം അംഗമായ മസ്കറ്റിലെ നിസ്വ ഫൗണ്ടേഷന് വളരെയേറെ അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഓർമ്മ നിർത്തിക്കൊണ്ടും അദ്ദേഹം മാതൃപരമായ സഹായം രോഗികളെ, ആലംബരഹിതരെ, വിദ്യാർത്ഥികളെ എന്നിവരെ പോലെ അർഹതയുള്ളവരെ കണ്ടെത്തി സഹായിക്കുമെന്ന് നിസ്വ കനിവ് ഫൗണ്ടേഷന് വളരെ പ്രചോദനം നൽകി. ശ്രീ ഉമ്മൻചാണ്ടി സാർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞെങ്കിലും ആയിരക്കണക്കിന് ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ആത്മവീര്യം ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യം ഈ യോഗത്തിനും ചടങ്ങിനും അനുഗ്രഹമായി നിൽക്കുന്നത് ഏവർക്കൊപ്പം ഞാനും തിരിച്ചറിയുന്നു. പ്രശസ്തനായ പിതാവിന്റെ പാത പിന്തുടർന്ന് കർമ്മശേഷിയും കരുതലും കൈമുതലായ മകൻ ചാണ്ടിയുമ്മൻ ആണ് ഈ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ MLA ആയി ചുരുങ്ങിയ കാലം കൊണ്ട് മാതൃപരമായ സേവന പാതയിലൂടെ നീങ്ങുന്ന ശ്രീ ചാണ്ടിയുമ്മനെയും ഞങ്ങളുടെ സന്തോഷവും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കർമ്മഭാഗത്തിൽ ഒരു മികച്ച ജനപ്രതിനിധിയായി തുടർന്നും വിജയകരമായി മുന്നേറുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഭവന നിർമ്മാണം ഇത്രത്തോളം വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിച്ച അനേകരുണ്ട്. ഈ വീടുപണി കൃത്യമായും കാര്യക്ഷമയും പൂർത്തീകരിക്കുന്ന മേൽനോട്ടം നടത്തിയ ഞങ്ങളെ സഹായിച്ച കോൺട്രാക്ടർ ഷിബുവിനോടും
ഉള്ള നന്ദി അറിയിക്കുന്നു. നിർദ്ദേശങ്ങൾ കൊണ്ടും സാമ്പത്തികം ഉറപ്പാക്കിയും പ്രത്യേകിച്ചും എന്നോടൊപ്പം മസ്കറ്റിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച ജമീലുദ്ദീൻ കൊട്ടാരക്കര, മുഹമ്മദ് റസാഖ് എടപ്പാൾ, ദിനേശ് കൂത്തുപറമ്പ്, ഷാജി ചെണ്ടയാട്, ജനു സാമുവൽ, ഷൌക്കത്ത് വയനാട് എന്നിവരുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു തന്ന റോണി ചേലമറ്റത്തോടും ബോബനോടും ഉള്ള നന്ദിയും കടപ്പാടും സമയത്ത് അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം മംഗളകർമ്മം വഴിയായി ഈ ഭവനത്തിൽ താമസമായി ആരംഭിക്കുന്ന ശ്രീമതി അഞ്ജു പ്രസാദിനും കുടുംബത്തിനും ആനന്ദവും ഐശ്വര്യവും നിറഞ്ഞ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്ന് കർമ്മത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവരോടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഈ വാർഡിന്റെ മെമ്പറും വാകത്താനം ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷയുമായിട്ടുള്ള ശ്രീമതി ബീന കുന്നത്തിനെ ക്ഷണിക്കുന്നു. നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു നല്ല സുദിനമാണ് ഇന്നത്തെ. കാരണം വളരെയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെന്ന് ഇവരെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. വീട് ആദ്യമായിട്ടൊരു വീട് നിർമ്മിച്ചു നൽകുന്നതാണെങ്കിൽ പോലും ധാരാളം മറ്റുള്ള ജനങ്ങൾക്ക് വിദേശത്തിരുന്നു കൊണ്ട് നാട്ടിലുള്ളതും വിദേശത്തുള്ളതുമൊക്കെ ആയിട്ടുള്ള ധാരാളം ജനങ്ങൾക്ക് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി പോരുന്ന ഇവർ ഇപ്പോൾ നമ്മുടെ പ്രിയകരനായ ഏറെ നമ്മളെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഫൗണ്ടേഷൻ നിസ്വ ഉമ്മാന്റെ ഖരീവ് പദ്ധതി പ്രകാരം നമുക്കിവിടെ ഒരു നല്ല ഭവനം നമ്മുടെ വാർഡിൽ, എന്റെ വാർഡിൽ തന്നെ, എന്റെ വാർഡെന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് 7ാം വാർഡായിരുന്നു കേട്ടോ. ഇപ്പോഴെനിക്ക് അത് എന്റെ വാർഡായിട്ട് കിട്ടി. അതിനെനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടുത്തെ ആളുകൾ, ഈ പ്രദേശത്ത് എനിക്ക് കിട്ടിയ ആളുകളെല്ലാം വളരെ നല്ല സ്നേഹവും വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുമാണ്. അവർക്ക് ധാരാളം വികസനം ഈ ഏരിയയിലേക്ക് എത്തിപ്പെടാത്തതിന്റെ ഒരു ദുഃഖമേ അവർക്കുള്ളായിരുന്നു. ഇനിയിപ്പം നമുക്ക് എന്നാണേലും ഈ ഭാഗത്ത് നല്ലൊരു വികസനം നടത്തണം. ഇവരൊക്കെ ഇനിയിപ്പോഴും ഒരാൾക്ക് മാത്രമല്ല ഇവിടേക്ക് ഇനി ഇതുപോലെയുള്ള പാവങ്ങളാണ് ധാരാളം ഉള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഇനി ഭവനം നിർമ്മിച്ചു തരികയും അതുപോലുള്ള മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, വിളിക്കും, സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ചെയ്തു തന്ന ഈ വലിയ സ്നേഹത്തിനും ഉപകാരത്തിനും ഒരുപാട് നന്ദി. ഇനിയും ധാരാളം നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. എനിക്ക് മീറ്റിങ്ങിന് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ ധൃതി വെച്ച് പോകുന്നത്. എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട മനീഷ് കുമാർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആശംസകൾ അർപ്പിക്കുന്നതിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് പാർപ്പിടം, വസ്ത്രം, കുടിവെള്ളം എന്നിവയിൽപ്പെട്ട അവർക്ക് താമസിക്കാൻ തക്കതായ ഒരു പാർപ്പിടം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നിസ്വ ഉമ്മാന്റെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മിച്ച് അവർക്ക് വാസയോഗ്യമായിട്ട് ഇന്ന് നമ്മളുടെ കൈമാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഒരു കുടുംബത്തിന് അവരുടെ ആശ്രയമായി അവർ തന്തി ഉറങ്ങാൻ ഒരു ഭവനം എന്ന് പറയുന്നത്, അത് നിർമ്മിച്ചു നൽകുക എന്ന് പറയുന്നത് അത്യന്തം സന്തോഷകരം തന്നെയാണ്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഇതുപോലെ ആശ്രയം അറ്റവരായി കഴിയുന്നവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് നിസ്വ ഉമ്മാന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ദിനേശ് കൂത്തുപറമ്പാണ്. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇവിടെ ഒരു ആശംസാ പ്രസംഗം നടത്തുകയാണ്. ഈ വൈകിയ വേളയിൽ അധികമായി ഞാൻ നീണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും, പഞ്ചായത്ത് മെമ്പർമാർക്കും, ശ്രീ ചാണ്ടി ഉമ്മനും ഷിബുവിനും എൻ്റെ പേരിലും നമ്മുടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ മസ്കത്ത് എന്നിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട MLA തന്നെ ആദ്യമായി ആമുഖമായി സംസാരിക്കാൻ നിർണയിച്ചിരിക്കുന്ന ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും.
പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി പി ആർ കുമാർ, ജില്ലാ പഞ്ചായത്തിലെ അംഗം ശ്രീമതി സിനി മാത്യു അവർ, ശ്രീ മിനി കൊണ്ടുടി അവർ, പ്രിയപ്പെട്ട നിസ്വയുടെ ഒമാൻ നിസ്വയുടെ പ്രതിനിധി ശ്രീ എവി വടക്കര അവർ, പ്രിയപ്പെട്ട ശ്രീ ജെനുമൻ സാമുവൽ അവർ, പ്രിയപ്പെട്ട ശ്രീ ദിനേശ് കുത്തുപറമ്പ്, പ്രിയപ്പെട്ട ശ്രീ ഷിബു കുരുവിള, ശ്രീ ലിജൻ സണ്ണി, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗം ശ്രീ സുനീഷ് കുമാർ, ശ്രീ വർഗീസേട്ടൻ, പ്രിയപ്പെട്ട നിസ്വയുടെ ഭാരവാഹികൾ ശ്രീ ജമീലുദ്ദീൻ, ശ്രീ മുഹമ്മദ് അർസാഖ്, ശ്രീ ജൈനു സാമുവൽ, ശ്രീ ഷാജി, ശ്രീ ഷൗക്കത്ത് അലി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുമാനം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. നമുക്കറിയാം, വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ ഒരു വീട് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ കാരണക്കാരായ നിസ്വ ഒമാനെ ഹാർദവമായി അഭിനന്ദിക്കുവാൻ ഞങ്ങൾ അവസരം. അവരുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് ഈ വീട് ഇവിടെ പൂർത്തിയായി. തുടക്കം മുതൽ ഈ ഒരു വീടിന് വേറെ ആരും, സത്യം പറഞ്ഞാൽ ഞാൻ ഈ 50 വീട് ചെയ്യുവാൻ വേണ്ടി ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. ഏറ്റവും ഫാസ്റ്റായിട്ട് സ്വിഫ്റ്റായിട്ട് നമ്മളെ സഹായിച്ച ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിസ്വയാണെന്ന് പറയാത്തിൽ യാതൊരു സംശയം. കാരണം ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ രൂപ മേടിച്ച് ചെയ്യുന്നതല്ല, കോൺട്രാക്ടർക്ക് നേരിട്ട് കൊടുക്കുക. അപ്പൊ ഇത് ഒരു രൂപ പോലും ഞാൻ ഫൗണ്ടേഷൻ വഴി പോലും മേടിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി കോൺട്രാക്ടറും നമ്മൾ ബെനിഫിഷ്യറിയെ കണ്ടുപിടിക്കും, നമ്മളിതിന്റെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനുള്ള ആളെയും കണ്ടുപിടിക്കും. അവർ തമ്മിലാണ് പിന്നെ അപ്പൊ കോൺട്രാക്ടറാണ് ബെനിഫിഷ്യറിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ പല സ്ഥലത്ത് പോയിട്ടും പല ആൾക്കാരെ കണ്ടിട്ടും ഇത്രയധികം കമ്മിറ്റഡ് ആയിട്ട്, ഇത്രയധികം എന്താ പറയുക അവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇത്രയേറെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ച പാവപ്പെട്ടവരോട് ഏറ്റവും സ്നേഹം പുലർത്തിയ നിസ്വയെ ഒരിക്കൽ കൂടി ഈ അവസരം അഭിനന്ദിക്കുവാൻ ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കാം. ഇവിടെ കനിവ് പദ്ധതിയിലാണ് അവരത് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വന്നിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഡോക്ടറിന്റെ അടുത്ത് ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് ചാടി, പിന്നെ വീണ്ടും കയറി, ഇന്നലെ വീണ്ടും ഒന്ന് ചാടി. അതിന്റെ രാത്രി ഞാൻ ഇച്ചിരി അനുഭവിച്ചു. എനിക്ക് ഭയങ്കര ചുമയും ഇതായി. ഇന്ന് വരാൻ പറ്റുമെന്നൊരു സംശയമായിരുന്നു. വീണ്ടും ഒന്ന് ചാടിയിരിക്കുകയാണ്. രാത്രി അറിയാൻ ബാക്കി എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ആയുർവേദ ട്രീറ്റ്മെന്റ് ആകുമ്പോൾ ഇതിന്റെ സൈഡ് എഫക്ട് ഇച്ചിരി കൂടുതൽ നമ്മൾ പത്തും പലിച്ചിലും. അതുകൊണ്ട് പക്ഷെ ഒന്നിൽ നിർത്തത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പുറത്ത് ചാടിയിരിക്കുന്നത്. അപ്പൊ ഞാനിതിൽ പുറത്ത് ചാടിയാലും 2-3 പേർക്ക് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഗുണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് ചാടിയിരിക്കും. അങ്ങനെയല്ലേ? വാക്ക് കൊടുക്കണം, ഒരു ജനങ്ങളോട് വാക്ക് കൊടുക്കണം, മാറ്റി പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനും ആലോചിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറയത്തില്ലായിരുന്നു. ഏതായാലും നിങ്ങളത് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. കാരണം നിങ്ങൾ ഇത്രയും നാൾ കാണിച്ച ഒരു സമീപനം അത് പുതുപ്പള്ളിയുടെ ജനങ്ങളോടും അതുപോലെ എന്റെ പിതാവിനോടുള്ള സ്നേഹം കൂടി കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഭാവിയിലും പുതുപ്പള്ളി നിങ്ങൾ കേരളത്തിൽ നന്മ ചെയ്യുമ്പോൾ പുതുപ്പള്ളിയെ തന്നെ തിരഞ്ഞെടുക്കണം, പുതുപ്പള്ളിയിലെ ജനങ്ങളെ സഹായിക്കണം എന്നുള്ളതായിരിക്കും ഞാൻ അഭ്യർത്ഥിക്കുക. നമ്മൾ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 3 വർഷം ആവുകയാണ്. ജൂലൈ ആകുമ്പോൾ 3 വർഷം കഴിയും. നമ്മുടെ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ട് പക്ഷേ ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അങ്ങനെ കഴിഞ്ഞ കുറെ നാളുകൾ നമ്മൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രശ്നം നേരിട്ടത് ആൾക്കാര് പറയുന്നത് ചിലപ്പോൾ പാലിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ചെറിയൊരു ബുദ്ധിമുട്ട് പലപ്പോഴും. അതുകൊണ്ടാണ് നിസ്വ ഒമാന്റെ പ്രത്യേകമായി ആർദ്രമായി അഭിനന്ദിക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ അവസരമെടുക്കുന്നത്. കാരണം അവർ വാക്ക് പറഞ്ഞു, അത് പൂർത്തീകരിച്ചു. അത് ഇവിടുത്തെ ഒരു കുടുംബത്തിന് ഏറ്റവും സഹായകരമായി തീർന്നു. പ്രത്യേകമായി ആ കുടുംബത്തെയും അഭിനന്ദിക്കുകയാണ്. അപ്പം പ്രത്യേകമായി അവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഇതിന് സഹകരിച്ച എല്ലാവരെയും, പ്രിയപ്പെട്ട ഷിബിച്ചാനടക്കം എല്ലാവരെയും, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും, ഇവിടുത്തെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തകരെയും ഇതിനുവേണ്ടി ഒപ്പം നിന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് റോണിയാണ് ഇതിന് ഒത്തിരി കോർഡിനേഷൻ ചെയ്ത് ഇവരും അതിനോടൊപ്പം ആള് മാറിപ്പോയി. തിരിച്ചറിയണമെന്നില്ല. അപ്പോൾ ഇതിനും ഇതിന് 50 വീടിന്റെ പുള്ളിയ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇബിനുണ്ട്, ലിബിനുണ്ട്, എല്ലാ വാഗ്ദാനക്കാരെ ഇപ്പൊ വീട് മൊത്തം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം 3 വാഗ്ദാനക്കാരെ ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഷിബിച്ചാനെയും പ്രത്യേകം ഈ അവസരത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുമതിയോടുകൂടി ഈ താക്കോല് കൈമാറും. ഈ ഭവനത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചത് എസ്ആൻഡെ കൺസ്ട്രക്ഷൻ പുതുപ്പള്ളിയാണ്. അതിന്റെ കോൺട്രാക്ടറായി സജീവമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഷിബു കുരുവിളെ എന്നെ മൊമെന്റോ നൽകി ആദരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ശ്രീ ഷിബു കുരുവിള അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA നമ്മുടെ ഒമാൻ നിസ്വയുടെ ഭാരവാഹികളെ ആദരിക്കുന്നു. ആദ്യമായി എബി വടക്കേടം, ജിനു എം സാമുവൽ, ശ്രീ ദിനേശ് കൂത്തുപറമ്പ്, ഇവരാണ് നിലവിൽ നിസ്വ ഭാരവാഹികളായി അവരെ പ്രതികരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ോടൊപ്പമുണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ജനു സാമുവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഒമാനിലെ നിസ്വ എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഞങ്ങൾ ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിനായിട്ട് കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാമായിരുന്നു ഈ പുതുപ്പള്ളിയിലെ തോട്ടയ്ക്കാട്ട് ഈ പ്രിയപ്പെട്ട ഭവനത്തിന്റെ നിർമ്മാണം. ഈ ഭവനത്തിന്റെ നിർമ്മാണം ചാണ്ടിയമ്മൻ MLA വളരെ കാര്യമായിട്ടൊക്കെ ഞങ്ങളെ പറ്റി പറഞ്ഞെങ്കിലും ഞങ്ങൾ എത്ര സെന്റ് സ്ഥലം ചില പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി മൂലം സുരേഷ് കുമാർ ഞാനും വൈഫും ഇന്ന് പഠിക്കുന്നത് എവിടെയാ നിർവഹിക്കാനായിട്ട് സാധിച്ചു. ഇതിന് ഞങ്ങളെ സഹായിച്ച ധാരാളം ആളുകളുണ്ട്. ഇനിയും ഇത്തരം സത്കർമ്മങ്ങൾ പുതുപ്പള്ളിയിൽ തന്നെ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഞങ്ങളുടെ ഈ ഫൗണ്ടേഷനിൽ പുതുപ്പള്ളിക്കാർ മാത്രമല്ല ഉള്ളത്, കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമായിട്ട് അതിലൊരു മറുപടി ഇപ്പോൾ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ട MLAയോട് ഞങ്ങൾ അത് ആലോചിച്ചിട്ട് കൃത്യമായിട്ട് പറയാമെന്ന് പറഞ്ഞത്. എന്നിരുന്നാലും ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഉള്ളൊരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ആയിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സഹായമായിരിക്കാം, അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനപരമായ കാര്യങ്ങളുമായിട്ട് ഒമാൻ നിസ്വയിലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തുടർന്ന് മുന്നോട്ട് പോകും. വീണ്ടും നമുക്ക് ഇതുപോലൊക്കെ വീണ്ടും കാണാനുള്ള അവസരം ജഗദീശൻ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി സഹകരിച്ച ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിസ്വയുടെ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. വന്ന് സഹായിച്ചവർ, ഞങ്ങളുടെ ഈ ഉദ്യമത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകമായി നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ചാണ്ടിയുമ്മൻ അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ 140 MLAമാരില് ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള വേറെ MLA കാണുന്നില്ല. കാരണം ഈ സ്വന്തം പിതാവ് ഉണ്ടാക്കി വെച്ച ഒരു വലിയ ഹൈറ്റ് ഉണ്ട്. ഏതൊരു കാര്യവും പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ 3 വർഷമായതേ ഉള്ളൂ MLA ആയിട്ട്. 53 വർഷമായി MLA ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിനോടാണ് ആദ്യത്തെ ദിവസം മുതൽ ചാണ്ടിയുമ്മൻ കമ്പയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. എന്നാൽ സന്തോഷത്തോട് പറയട്ടെ,
ഒരു 80-85% ഉമ്മൻചാണ്ടി ഇപ്പോൾ തന്നെ ചാണ്ടി ഉമ്മനിലുണ്ട് എന്നുള്ളതാണ് സത്യം. 100% ഉമ്മൻചാണ്ടി ആവാനുള്ള ശ്രമം ചാണ്ടി ഉമ്മൻ തുടരുകയാണ്. അത് സാധിക്കുമെന്ന് കേരളത്തിൽ അങ്ങോളമുള്ള കോൺഗ്രസ് പ്രവർത്തകരും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 80-85% ഉമ്മൻചാണ്ടിയാണ് നമ്മൾ ചാണ്ടി ഉമ്മനിൽ കാണുന്നത്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചാണ്ടി ഉമ്മൻ MLAക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളോട് ഒമാനിലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനോട് ചാണ്ടി ഉമ്മൻ MLAയും കുടുംബവും കാണിക്കുന്ന എല്ലാ നല്ല താല്പര്യങ്ങൾക്കും അദ്ദേഹം ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാചകങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു, തുടർന്നും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിസ്വ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ പ്രിയപ്പെട്ട മാളിയേക്കൽ സുരേഷ് കുമാറിനും കുടുംബത്തിനുമാണ് ഈ ഭവനം ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നന്ദി എന്ന രീതിയിൽ പ്രിയപ്പെട്ട ഈ കുടുംബനാഥ പ്രിയപ്പെട്ട അഞ്ജു സുരേഷിനെ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്വന്തമായി ഒരു വീടില്ലാതെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന എനിക്കും കുടുംബത്തിനും ഒരു ഭവനം ഞങ്ങളുടെ സ്വപ്നം മാത്രമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പ്രിയ MLA ചാണ്ടി ഉമ്മൻ സാറുമായി സംസാരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിസ്വ ഒമാൻ കനൂർ പദ്ധതിയുടെ ഭാഗമായി വീടിന്റെ പണി ചെയ്തു തരാം എന്ന് പറയുകയുണ്ടായി. എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചോളം ഇത് വലിയ അനുഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഉത്സാഹിച്ച ചാണ്ടി ഉമ്മൻ സാറിനോടും ഒമാനിൽ നിന്ന് എപ്പോഴും എന്നെ വിളിച്ച് വീടിന്റെ പണികളെക്കുറിച്ച് അവസ്ഥ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന എബി തോമസ് സാറിനോടും സഹപ്രവർത്തകരോടും ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിലെ അഖിൽ, ഉമ്മൻചാണ്ടി സാറിന് അപേക്ഷ നൽകുന്നതിന് വേണ്ടി അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ചടങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ വളരെ നന്നായി മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തു തന്ന റോണിയോടും ബോബച്ചനോടും പിന്നെ ഇവിടെ ഇന്ന് എത്തിച്ചേർത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ നിസ്വ ഒമാൻ ഭാരവാഹികൾ ഈ വീടിന്റെ പണി ഭംഗിയായി പൂർത്തീകരിച്ച പ്രിയപ്പെട്ട എസ് ആൻഡ് കൺസ്ട്രക്ഷന്റെ ചുമതലക്കാരനായിട്ടുള്ള ഷിബു കുരുവിളയ്ക്ക് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. അതിനായി ഏറെ സ്നേഹത്തോടെ ഭാരവാഹികളെയും പ്രിയപ്പെട്ട ശിവചാനെ ഏറെ സ്നേഹത്തോടെ ചെയ്യുന്നു. ഇവരുടെ കൂട്ടത്തിലുള്ള ഇവരുടെ ഈ ഗ്രൂപ്പിന്റെ കൂടെയുള്ള ജമീൽ കൊട്ടാരക്കര എന്ന വ്യക്തിയാണ് ഈ ഉപഹാരം ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. ശിവചാനെ ഏറെ സ്നേഹത്തോടെ ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും പ്രിയപ്പെട്ട അഞ്ജു സുരേഷ് എല്ലാവരോടും നന്ദി പറഞ്ഞു. ഒരിക്കൽ കൂടി ഔപചാരികതയുടെ പേരിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഒപ്പം നിസ്വ ഒമാൻ നമുക്കറിയാം ഈ ഒരു ഉദ്യമത്തിലേക്ക് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ കരുത്തായി കടന്നു വരികയും അവർ ഏറ്റെടുത്ത ദൗത്യം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്ത നിസ്വ ഒമാന്റെ ഭാരവാഹികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതോടൊപ്പം ഇവരോടൊപ്പമുള്ള എബി വടക്കേടം എന്നിവിടെയുണ്ട്, ജമാലുദ്ദീൻ കൊട്ടാരക്കര, അതുപോലെ മുഹമ്മദ് അർബാഖ്, ദിനേശ് കൂത്തുപറമ്പ് ഇവിടെയുണ്ട്, ജനു സാമുവൽ നമ്മളോടൊപ്പം ഉണ്ട്, ഷാജി ചണ്ടയാട്, അതുപോലെ ഷൗക്കത്ത് അലി വയനാട് എന്നിവരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ നിസ്വ ഒമാൻ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നമുക്കറിയാം കേരളത്തിലും കന്യാകുമാരിയിലുമായി ഏതാണ്ട് 51ഓളം വീടുകൾക്കാണ് ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA ആയതിനു ശേഷം ഈ ഒരു 3 വർഷം തികയുന്ന സാഹചര്യത്തിൽ വീടുകൾക്ക് തറക്കല്ലില്ല. അതിന് ഏതാണ്ട് 30ലധികം വീടുകൾ പൂർത്തിയാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. ഇവരെ പോലെയുള്ള സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സ്വപ്നം പൂവണിയുവാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് സാധിക്കുന്നത്. നിങ്ങളോടുള്ള പുതുപ്പള്ളിക്കാരുടെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളാകുന്ന തരത്തിലുള്ള സഹായം ഞങ്ങളിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്ന് കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇവിടുത്തെ സ്വദേശവാസികൾ, നാട്ടുകാർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.